എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ മുട്ടുവേദന. മുട്ടുവേദന എന്ന് പറയുന്നത് ഇന്നിപ്പം പലർക്കും കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ് അല്ലേ. പ്രായമായവരിൽ മാത്രമല്ല, ചെറുപ്പക്കാരിലും മുട്ടുവേദന കാണുന്നുണ്ട്. അപ്പോൾ അത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും, അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നതിനെ പറ്റിയാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് മുട്ടുവേദന എന്ന് പറയുന്നത് പല കാരണങ്ങളാണ്. അതിൽ ഒന്ന് പ്രധാനമായിട്ട് നമുക്ക് വീഴ്ചകൾ, എന്തെങ്കിലും കൂടുതലായിട്ട് മുട്ടിടിച്ച് വീഴുകയോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയിട്ട് നമ്മുടെ മുട്ടിന് നേരത്തെ, ഇപ്പോൾ ഉടനെ ആയിരിക്കില്ല, നമുക്ക് ആ സംഭവിക്കുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള പെയിനോ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. അത് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ട്, അതുപോലെ കാലിൽ ചെറിയ രീതിയിലുള്ള സ്വെല്ലിങ് ഉണ്ടാവുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. പിന്നെ നമുക്ക് ബോഡി വെയിറ്റ് അമിതമായിട്ടുള്ള ആൾക്കാരിലും നമുക്ക് മുട്ടുവേദന കാണാറുണ്ട്. പിന്നെ ആർത്രൈറ്റിസ് സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരിൽ നമുക്ക് നടക്കാനും അതുപോലെ നമ്മുടെ ജോയിൻസിനൊക്കെ ഉണ്ടാകുന്ന ഒരു പെയിനാണ്. അപ്പോൾ മുട്ടിൽ തുടർച്ചയായിട്ട് നീർക്കെട്ട് പോലെ വന്ന് നിൽക്കുക. പിന്നെ അതുപോലെ അതനുസരിച്ച് മുട്ടിനെ നമുക്ക് നടക്കാനും നമുക്ക് സ്റ്റെപ്പുകൾ കയറി ഇറങ്ങാനും ഒക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടാകുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആക്സിഡൻറ്റ്, ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് സ്പോർട്സ് സംഭവമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടൊക്കെ നേരത്തെ കളിച്ചുകൊണ്ടിരുന്ന ആൾക്കാരിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഷട്ടിൽ കളിക്കുക അല്ലെങ്കിൽ ഫുട്ബോൾ, ഇങ്ങനെയുള്ള സ്പോർട്സ് രീതിയിലുള്ള കളികളൊക്കെ കളിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും മുട്ടിടിച്ച് വീഴുകയോ അല്ലെങ്കിൽ അങ്ങനെ പറ്റിയിട്ടുള്ള ഫ്രാക്ചറുകളോ ഒക്കെ നമുക്ക് പിന്നെ അത് മുട്ടുവേദനയ്ക്ക് കൂടുതലായിട്ടുള്ള കാരണങ്ങളായേക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലെയുള്ള ആൾക്കാരിലും നമുക്ക് മുട്ടുവേദന, പിന്നെ അതായത് നമ്മുടെ മുട്ടിലുണ്ടാകുന്ന കാർട്ടിലേജ് തേയ്മാനം കൊണ്ട് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്നും പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മുട്ടുവേദന കാണാറുണ്ട്. പിന്നെ അതുപോലെ ചില ആൾക്കാരിൽ, ലേഡീസിലാണെങ്കിൽ കണ്ടിന്യൂസ്ഡ് ആയിട്ട് നമ്മൾ സ്റ്റെപ്പ് കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന ആർക്കെങ്കിലും ചെറിയ മുട്ടിനൊരു സൗണ്ട് ഉണ്ടാകുക, അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. പിന്നെ ഓവർ വെയിറ്റ് അതൊരു പ്രധാന കാരണമാണ്. അപ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ്, നമ്മൾ കൂടുതൽ സ്ട്രെയിൻ മുട്ടിനാണല്ലോ കൊടുക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുമ്പോഴൊക്കെ, അപ്പോൾ അതും നമുക്ക് മുട്ടിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്ക് മുട്ടുവേദന ഉണ്ടാകാം. അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, പിന്നെ അത് ചെറിയ രീതിയിലുള്ള നമ്മൾ എക്സസൈസുകൾ ചെയ്തു കൊടുക്കുക മുട്ടിന്. അതായത് ഒന്ന്, മുട്ടിന് സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്തു കൊടുക്കുക. പിന്നെ അതുപോലെ നമ്മൾ കാല് നിവർത്തി വെച്ചിട്ട് നമ്മുടെ മുട്ടിൻ്റെ ബാക്കിൽ ഒരു പില്ലോ വെച്ചിട്ട് നമ്മൾ ബാക്കിൽ സപ്പോർട്ട് ചെയ്തിട്ട് കാല് നിവർക്കാനും നോക്കാനുമുള്ള സപ്പോർട്ട്, മടക്കാനുമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക. അങ്ങനെയുള്ള ചെറിയ രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളും ഒക്കെ ചെയ്യുക. പിന്നെ അതുപോലെ അതൊക്കെ ചെയ്തിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആർത്രൈറ്റിസ് സംബന്ധമായിട്ടുള്ളതാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് പരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനൊക്കെ തന്നെ നമ്മൾ കൺസൾട്ട് ചെയ്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ ആരംഭത്തിൽ തന്നെ മുട്ടുവേദന ചെറിയ രീതിയിലൊക്കെ നമ്മൾ പല വ്യായാമങ്ങളും ചെയ്തിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക തന്നെ വേണം. അതിനോടൊപ്പം നമ്മൾ മുട്ടിന് വേണ്ട പ്രത്യേകിച്ച് കാൽസ്യം വേണ്ട ആഹാരങ്ങൾ നമ്മൾ നിർബന്ധമായിട്ട് കഴിക്കുക. അപ്പോൾ കാൽസ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പാല്, മുട്ട, അതുപോലെ തന്നെ നമ്മുടെ ഇതൊക്കെ പ്രോട്ടീനും കൂടെ വേണം. പിന്നെ ചെറിയ മീനുകൾ, ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ നിർബന്ധമായിട്ടും കഴിക്കുക. അപ്പോൾ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിൽ മുട്ടുവേദന നമുക്ക് വ്യത്യാസം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.